ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് കുറേ വിഷയങ്ങൾ ഇന്നലെ വൈകുന്നേരം മീറ്റിങ്ങിൽ പ്രൈം മിനിസ്റ്റർ മോദി അതേപോലെ തന്നെ അതിനെ തുടർന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഒരു അവിയൽ പരുവത്തിൽ മൊത്തത്തിൽ ഓരോരുത്തരും അവർക്ക് തോന്നിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതുപോലെയാണ് തോന്നിപ്പിച്ചത്. പക്ഷേ പ്രതിപക്ഷം ഇന്ത്യക്കുള്ളിൽ ചില ചോദ്യങ്ങൾ ഭരണകക്ഷിയോട് വെക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഇപ്പം നിലവിലെ സെൻട്രൽ ഗവൺമെൻറ് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അമേരിക്കയുടെ സൈഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ തന്നെ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടുന്നില്ല, പക്ഷെ ആരെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് മീഡിയേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ നേരെ മറിച്ച് വൈകുന്നേരം ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ട്രംപ് നേരിട്ട് ഇടപെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മീഡിയേഷൻ നടത്തി ഒന്ന് പേടിപ്പിച്ച് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചതായിട്ടാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് പേടിപ്പിച്ച്, എവിടെ പേടിപ്പിച്ച്? അതായത് പാകിസ്ഥാൻ ഇരന്ന് അടി മേടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, ഇന്ത്യ അടി നല്ലോണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ ഇതിനകത്ത് ആര് പേടിച്ച് ഈ ഒരു യുദ്ധം നിർത്തി എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ് വെക്കുന്നത്. അതാണ് നമ്മൾ ഏറ്റവും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ട്രംപ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡ്, അതായത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു ഭീഷണി ഉയർത്തിയിട്ടാണ് ഇന്ത്യയെ ഈ ഒരു യുദ്ധത്തിൽ നിന്നും പിന്തിരിച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കാനുള്ള ബുദ്ധിയൊക്കെ ഇന്ത്യക്കുള്ളിലുള്ള സാമാന്യ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷെ ഞാൻ ഈ രീതിയിൽ ഒന്നും വാർത്തകൾ വന്ന് കണ്ടില്ല. ഈ രീതിയിൽ ട്രംപ് പറഞ്ഞു വെച്ചേ, പക്ഷെ യഥാർത്ഥത്തിലുള്ള കാരണം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ആർമി, എയർഫോഴ്സ്, നേവി ഈ 3 ലീഡർഷിപ്പും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യക്കുള്ളിൽ ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. ആ പ്രസ്താവനയിൽ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ കിരാന ഹിൽസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഉള്ള ഒരു ന്യൂക്ലിയർ സ്പോട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് പുള്ളി ചിരിച്ചുകൊണ്ടുള്ളൊരു ഉത്തരമാണ് കൊടുത്തത്. അതായത് അവിടെ ന്യൂക്ലിയർ സ്പോട്ട് ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പക്ഷെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആക്രമണം നടത്തിയില്ല എന്നല്ല പറഞ്ഞത്, അതായത് അവിടെ ന്യൂക്ലിയർ സ്പോട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു ചിരിയും കൂടി അവിടെ കാഴ്ചവെക്കുകയുണ്ടായി. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, വായിച്ചെടുക്കാൻ പറ്റുന്നത്, അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്, പക്ഷെ അവിടെ ന്യൂക്ലിയർ സ്പോട്ടിൽ തന്നെയാണോ അത് ടാർഗറ്റ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുന്നതാണ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കിരാന ഹിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതുപോലത്തെ വാർത്തകളൊക്കെ വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വാർത്തകൾ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ കിരാന ഹിൽസിനെ കുറിച്ചും ഈ എയർപോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വിശദമായി തന്നെ വാർത്തകളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ട്രംപിൻ്റെ അടുത്തൊരു മലക്കം മറിച്ചൽ എന്ന് പറഞ്ഞാൽ റഷ്യയെ പതിയെ ഒതുക്കി ഒരു മൂലയിലാക്കിയിട്ട്, കാരണം റഷ്യ ഇപ്പോൾ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് S-400 ഒക്കെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. S-400ൻ്റെ എഫിഷ്യൻസി ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഇന്ത്യ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു 10% മാത്രമാണ് യൂസ് ചെയ്തതായിട്ട് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ 2 ദിവസത്തിന് മുമ്പിട്ട വീഡിയോയിൽ ബ്രഹ്മോസ് യൂസ് ചെയ്തതായിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മോസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻസും കൂടി വരുന്നുണ്ട് ഈ ഒരു സമയത്തിൽ. അപ്പോൾ അതിൽ വരുന്ന കൺഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മോസ് വെച്ചിട്ടാണ് ഈ ഹിറ്റ് 1, ഹിറ്റ് 2 എന്ന് പറഞ്ഞ ആ ഒരു സെറങ്കോട്ട എന്ന് പറഞ്ഞ ആ ഏരിയയിലുള്ള ന്യൂക്ലിയർ സ്പോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ബ്രഹ്മോസ് ആണെന്നാണ് ഇപ്പം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രംപിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും ട്രംപ് നേരെ ഈ ഉക്രൈനുമായിട്ടുള്ള മീഡിയേഷൻ ചർച്ച ഇസ്താൻബുളിലേക്ക് മാറ്റിയിരിക്കുകയാണ്, അതായത് തുർക്കിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അയാളുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള തായിബ് എർദോഗനുമായിട്ട് ഇരുന്ന് സംസാരിക്കാനാണ് ട്രംപിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റ് വിസിറ്റിൽ ഇസ്താൻബുൾ സന്ദർശിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സൗദി, UAE, ഖത്താർ ഈ രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം നേരെ തുർക്കിയും കൂടെ കൊണ്ടുവരികയാണ് ഈ ഒരു ടീമിലേക്ക്. റഷ്യ ഒരു സൈഡിലേക്ക് ഒതുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ഒരു ഉക്രൈനുമായിട്ടുള്ള ഒരു മിനറൽ ഡീൽ സംഭവിച്ചതിനെ തുടർന്നാണ് ഈ ഒരു നീക്കം അമേരിക്കയുടെ സൈഡിൽ നിന്നും എഫക്റ്റീവായിട്ട് രീതിയിലാണ് അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ട്രംപ് ഇറാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഈസ് എ ഗുഡ് കൺട്രി. ഇറാൻ വളരെ നല്ല രാജ്യമാണ്. അവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു ന്യൂക്ലിയർ ഡീലുമായിട്ട് വന്ന് സൈൻ ചെയ്യണം. അതൊരു ചെറിയ വിഷയമാണ്, അത് ഞാൻ ഇതുപോലെ വളരെ ഈസി ആയിട്ട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്രെഡിറ്റ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടത്തി എന്നുള്ള ക്രെഡിറ്റാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആ ക്രെഡിറ്റ് കൊടുക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. ഇതുവരെ അതിനെ ചൊല്ലിയുള്ള ഒരു അപ്രിസിയേഷൻ നോട്ട് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ട്രംപ് വീണ്ടും പല രീതിയിലും ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് പല സ്റ്റേറ്റ്മെൻറ്റുകളും പുറത്തു വിട്ടുകൊണ്ട് ഇന്ത്യയുടെ സൈഡിൽ നിന്നും കൂടി ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം പ്രൈം മിനിസ്റ്റർ മോദി സംസാരിച്ച സമയത്ത് ആ വിഷയങ്ങളെക്കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷേ അതിനുള്ള മറുപടി എന്തായാലും കൊടുക്കേണ്ടി വരും. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മൂന്നാമത്തെ ഒരു രാജ്യം ഇടപെട്ടുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ചരിത്രത്തിൽ തന്നെ ഇടപെട്ടിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ
ഇത്തവണ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് പാർട്ടികൾ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ചോദ്യം അവിടെ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഈ ചോദ്യം വരും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതിനവർ ഉത്തരവാദികളും കൂടിയാണ്. അതുപോലെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നെതന്യാഹു ട്രംപിന് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹമാസ് എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു US പൗരനായിട്ടുള്ള ആ ഒരു ബന്ദിയെ റിലീസ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രംപിന് നെതന്യാഹു ഒരു താങ്ക് യു അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ താങ്ക്സ് ആണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് മോദി അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ത്യക്ക് അമേരിക്കയുടെ ഇടപെടലിൻ്റെ ആവശ്യമില്ലായിരുന്നു. അമേരിക്ക ഇടപെടുത്തിയത് പാകിസ്ഥാനാണ്. അത് കാരണം വേറെ ഒന്നുമല്ല, പാകിസ്ഥാൻ പോയി പറയുകയാണ് അമേരിക്കയുടെ അടുത്ത്, ഇന്ത്യ ഞങ്ങളുടെ ന്യൂക്ലിയർ സ്പോട്ട് അറ്റാക്ക് ചെയ്ത് അവിടെ റേഡിയേഷൻ ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് പറഞ്ഞതിനെ തുടർന്നാണ് അമേരിക്ക ശക്തമായിട്ട് ഇടപെട്ടത്. അതായത് നിങ്ങൾ ന്യൂക്ലിയർ സ്പോട്ടിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ന്യൂക്ലിയർ രാജ്യങ്ങളാണ്, അപ്പോൾ അവരും ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിലേക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള നിലയിലുള്ള ഫേക്ക് നറേറ്റീവ്സ് ഒക്കെ ട്രംപ് തന്നെ സെറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. കാരണം നിങ്ങൾ നോക്കിക്കോ, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. റഷ്യ എടുത്ത് ന്യൂക്ലിയർ ആയുധങ്ങളില്ലേ, എന്നിട്ട് ഉക്രൈൻ തിരിച്ചടിക്കുന്നില്ലേ? അവിടെ ഈ അമേരിക്കയ്ക്ക് ഈ ഒരു ന്യൂക്ലിയർ യുദ്ധം വരും എന്നുള്ളൊരു പേടിയില്ലേ? ഇസ്രായേൽ ഗാസ അവിടെ അടി നടക്കുന്നില്ലേ? ഇസ്രായേൽ ലെബനാൻ അടി നടക്കുന്നില്ലേ? ഇസ്രായേലിൻ്റെ ഉള്ളിൽ അണുബോംബില്ലേ? അവിടെ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാകും എന്നുള്ള പേടി ട്രംപിനില്ലേ? അമേരിക്കയുടെ ഉള്ളിലേക്ക് ഒരു തീവ്രവാദ ആക്രമണം നടന്ന സമയത്ത് അമേരിക്ക നിരുപാധികം അഫ്ഗാനിസ്ഥാൻ്റെ മേളിൽ യാതൊരു ചിന്തയില്ലാണ്ട് എടുത്തു ചാടി നല്ല രീതിയിൽ യുദ്ധം നടത്തിയില്ലേ? അവർക്ക് അവരുടെ രാജ്യത്ത് തീവ്രവാദ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലും അതിനെ ചെറുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന അവകാശത്തോട് അവർ പല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ട് ആ ഒരു ലെജിറ്റിമസി കിട്ടുന്നില്ല? ഇന്ത്യക്കുള്ളിൽ നടന്നതും തീവ്രവാദ ആക്രമണമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടേണ്ടത് ഇന്ത്യക്ക് തന്നെയല്ലേ? ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാനുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് തീവ്രവാദികളുമായിട്ടാണ്. ഫോർച്ചുനേറ്റ്ലി പർപ്പസ്ഫുള്ളി പാകിസ്ഥാൻ ആർമി ഈ തീവ്രവാദികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പാകിസ്ഥാൻ്റെ ആർമിയുടെ മേളിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഇത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ പലപ്പോഴും ഇത് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ ഗ്ലോബൽ മീഡിയ ഒരു സെറ്റിലുള്ള ആൾക്കാർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് എൻക്വയറികൾ വരുന്നത് ആകാശ് ഡിഫൻസ് സിസ്റ്റമാണ്. ഇന്ത്യയുടെ ഈ ഒരു ആകാശ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇന്ത്യക്കുള്ളത് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. അതേ രീതിയിലാണ് ഇന്നലെ ഈ ഒരു 3 ഡിഫൻസ് ഉദ്യോഗസ്ഥരും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നമുക്ക് ലേയേഴ്സ് ഓഫ് ഡിഫൻസ് ഉണ്ട്. ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പഠിക്കാൻ താല്പര്യപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. പല രാജ്യത്തിൻ്റെ എംബസിയിൽ നിന്നും ഇതിൻ്റെ പ്രൊപ്പോസൽ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ആ രീതിയിലാണ് ഇന്ത്യ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് S-400-നേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നമ്മുടെ ലോക്കൽ മെയ്ഡ് ആയിട്ടുള്ള ആകാശ് മിസൈൽ സിസ്റ്റമാണ്. ആകാശ് മിസൈൽ സിസ്റ്റമാണ് കോംപ്രിഹെൻസീവായിട്ട് ഇത്തരം ഡ്രോണുകൾ, ചൈനയുടെ ഈ ആക്രമിക്കുന്ന സാധനങ്ങളെല്ലാം അടിച്ച് വീഴ്ത്തിയത്. അത് വളരെ കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് ഇത് ചൈനയുടെ CH-4 ഡ്രോൺ സിസ്റ്റം, ഇത് ചൈനയുടെ HQ-9 എയർ ഡിഫൻസ് റഡാർ സിസ്റ്റം, ഇത് ചൈനയുടെ ഈ രീതിയിലുള്ള മിസൈൽ, ഇങ്ങനെ പല രീതിയിലുള്ള പിക്ചേഴ്സ് പ്രൂഫ് സഹിതം. ഇത് AI ക്രിയേഷനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഗിമ്മിക്ക് വീഡിയോ അല്ല. ഇത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ ഡേറ്റ പൂർണ്ണമായിട്ടും കളക്ട് ചെയ്ത് ഇതേപോലെ തുർക്കിയുടെ ബൈറാക്ടർ T സീരീസിൽ വരുന്ന ആ ഡ്രോണും കൂടെ അറ്റാക്ക് ചെയ്ത കൃത്യമായിട്ടുള്ള ഇമേജുകൾ, ഫുട്ടേജുകൾ എല്ലാം തന്നെ ഫയൽ ചെയ്ത് ആർക്കൈവിൽ ആക്കി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇതെല്ലാം തന്നെ ചൈനയ്ക്കായാലും തുർക്കിക്കായാലും അമേരിക്ക F-16 പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനകത്ത് ഒരു F-16 അടിച്ചു എന്നുള്ള ഡൗട്ടും കൂടിയുണ്ട്. അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലൊന്നും ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഒരു ഹൈ എൻഡ് എയർക്രാഫ്റ്റ് അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി 30 ഏരിയകളിലാണ് ആക്രമണം നടത്തിയത്. ഏതാണ്ട് 28 പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. പട്ടാളക്കാർ പ്ലസ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ. അത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് തുടരെ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ യുദ്ധം തുടങ്ങിയിട്ടില്ല, യുദ്ധം അവസാനിപ്പിക്കാൻ. ഇന്ത്യ തീവ്രവാദികൾക്കെതിരെയാണ് പൊരുതുന്നത്, അത് ഇനിയും പൊരുതും. ഇന്ത്യയുടെ എയർബേസുകളെല്ലാം റെഡി ടു അറ്റാക്ക് എന്നുള്ള മോഡിലാണ് ഇരിക്കുന്നത്. ഏത് മൊമെൻറ്റിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നാലും ഈ 3 ഡിഫൻസും ഒരേപോലെ റെഡി ആയിട്ടിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. AK ഭാർത്തി എന്ന് പറഞ്ഞ വ്യക്തിയാണ് സംസാരിച്ചത്. വളരെ ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള സ്പീച്ച് കൊടുത്ത് അവസാനിപ്പിച്ചു. ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ടുള്ള ട്രൂത്ത് റിവീൽ ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷാഹിദ് അഫ്രീദി ഉൾപ്പെടെയുള്ള ആൾക്കാർ പാകിസ്ഥാൻ വിജയിച്ചു യുദ്ധത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള നറേറ്റീവ്സ് ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അല്ല വിജയം, ഇന്ത്യക്ക് തന്നെയാണ് വിജയം. 100% ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇന്ത്യക്ക് തന്നെയാണ് വിജയം. അത് വിവരവും ബുദ്ധിയും ഉള്ള ആൾക്കാർക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ട്. അതുപോലത്തെ രാജ്യങ്ങൾ ഭരിക്കുന്ന ആൾക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അവരൊക്കെ ഇന്ത്യയുടെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഡിഫൻസ് സഹകരണത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ പ്രൊപ്പോസൽസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ടോം കോപ്പർ ഒരു വലിയ അനലിസ്റ്റാണ്. ഇതുപോലുള്ള പല മീഡിയ ചാനൽസിൻ്റെ
നറേറ്റീവ്സ് ഒക്കെ എടുത്ത് പുള്ളി പല രീതിയിൽ അനാലൈസ് ചെയ്യാറുണ്ട്. ടോം കൂപ്പറൊക്കെ പറഞ്ഞിരിക്കുന്നത് CNN പോലത്തെ ചാനലുകളെയൊക്കെ പുള്ളി വെട്ടി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ആരാണോ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതിരുന്ന ആൾ അവരല്ല വിജയി, ആരാണോ കൃത്യമായി ടാർഗറ്റ് സെറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത് അവരാണ് വിജയി എന്ന് ഞാൻ കരുതുന്നു എന്നാണ് പുള്ളി സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു യുദ്ധത്തിൻ്റെ രീതി വന്നു കഴിഞ്ഞാൽ ഒരാൾ ഡിഫെൻഡ് ചെയ്യാൻ തന്നെ പറ്റാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് പാകിസ്ഥാൻ. അതിൻ്റെ മുന്നിൽ ഇന്ത്യയെ പരാജയപ്പെട്ടു എന്നല്ല പറയേണ്ടത്, ഇന്ത്യ പൂർണ്ണമായ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. അതാണ് ടോം കൂപ്പർ പോലത്തെ എക്സ്പെർട്ടുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വെസ്റ്റേൺ മീഡിയാസ്, അൽ ജസീറ, CNN പോലത്തെ ഇതേപോലത്തെ ചാനലുകളുടെ അവർ റോങ് നറേറ്റീവ്സിനെ കുറിച്ചാണ് പുള്ളി വിമർശിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇതാരും വിമർശിക്കുന്നതായിട്ട് നമുക്ക് കണ്ണിൽ പെടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നമ്മുടെ ലേയേഴ്സ് എയർ ഡിഫൻസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം തന്നെ ബെറ്റർ ദൻ അയൺ ഡോം എന്നാണ് ഇന്നത്തെ വിലയിരുത്തൽ. അതായത് ഇസ്രായേലിൻ്റെ അയൺ ഡോമിനേക്കാളും ബെറ്റർ വേർഷനാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നാണ് ഗ്ലോബലി തന്നെ ആൾക്കാർ നോക്കിക്കാണുന്നത്. കാരണം പാകിസ്ഥാൻ്റെ ഒരു ഡ്രോണോ ഒരു രീതിയിലുള്ള ചെറിയ അറ്റാക്ക് പോലും ഇന്ത്യക്കുള്ളില്ല. അതായത് ബോർഡറിൽ നടത്തുന്ന ഈ ക്രോസ് ബോർഡർ തീവ്രവാദം, അതുപോലെ ഈ ബോർഡറിൽ നടത്തുന്ന ഷെല്ലിങ്, ഇതിനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഡയറക്റ്റായിട്ട് ഗണ്ണ് വെച്ചിട്ട് അടിച്ചങ്ങ് പിന്നെ എക്സ്റ്റൻഡഡ് പോർഷനിൽ അറ്റാക്ക് ചെയ്ത് പൊതുജനങ്ങൾക്കുള്ളിലേക്ക് ആക്രമണം നടത്തിയിട്ടാണ് ഈ പൂഞ്ച് രജൗരി പോലത്തെ ആ ഒരു വളരെ വളഞ്ഞു കിടക്കുന്ന ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ആ ബോർഡർ ഏരിയാസിൽ അവർ അറ്റാക്ക് നടത്തുന്നത്. അങ്ങനെ കുറച്ച് പൊതുജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഈ ഒരു ആക്രമണം എന്നുള്ള നിലയിൽ മിസൈൽ വെച്ചുകൊണ്ട് ഒരു ആക്രമണവും ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാന് നടത്താൻ സാധിച്ചിട്ടില്ല. അതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. ഒരു ചെറിയ വിഷയമല്ല. നമ്മളുടെ ലെയർ ഡിഫൻസ് മെക്കാനിസം അത്ര ശക്തമാണെന്നുള്ളതാണ് ലോകം മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി INS വിക്രാന്തിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് എൻക്വയറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇന്ന് മുജീബ് റഹ്മാനെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു യുദ്ധ സമയത്ത് INS വിക്രാന്തിൻ്റെ പോലത്തെ കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പെറ്റീഷൻ മൂവ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം എന്നുള്ളത് NIA ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കും. മുജീബ് റഹ്മാന് എന്തിൻ്റെ ഇളക്കമാണെന്ന് അറിയത്തില്ല. INS വിക്രാന്തിൻ്റെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചത് പെറ്റീഷൻ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ NIA പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ചൈനയും തുർക്കിയും ഈ യുദ്ധത്തോടു കൂടി അവരുടെ ആയുധ കച്ചവടങ്ങൾക്ക് ഒരു പരിധി വരെ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇനി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാർ പോയി ആയുധം മേടിക്കുമായിരിക്കും, ചൈനയെടുത്തും തുർക്കിയെടുത്തും ഒക്കെ ആയിട്ട്. പിന്നെ ഇന്ത്യയുടെ ആയുധം തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. വളരെ വില കുറവിൽ ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മാർക്കറ്റിൽ ഇനി കത്തി കയറി പോവുകയാണ്. ഇന്ത്യക്ക് ഇനിയുള്ളത് നല്ലൊരു ഗോൾഡൻ ടൈംസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നിലവിൽ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ നടന്നിരിക്കുന്ന വിഷയം ഇതാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിക്ടറി ഫോർ ഇന്ത്യയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതിലുപരിയായിട്ട് ഇനിയിപ്പം സെൻട്രൽ ഗവൺമെൻറ് കുറേ ആൻസേഴ്സ് ഒക്കെ ഇനിയിപ്പം കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ പാകിസ്ഥാൻ പേടിച്ച് യുദ്ധം നിർത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ അവസാനം ഈ ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ച സമയത്ത് പോലും ലാസ്റ്റ് 1.5 മണിക്കൂറിൽ അവർ ആക്രമണം ഇന്ത്യക്കുള്ളിൽ നടത്തിയിരുന്നു. അതൊന്ന്. പിന്നെ ഇപ്പം ഇന്നലെ പ്രൈം മിനിസ്റ്റർ മോദി ഒരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം ഡ്രോൺ അറ്റാക്ക് ബോർഡർ സൈഡിൽ നടന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഇവർ സീസ് ഫയർ വയലേറ്റ് ചെയ്തോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഉറപ്പുള്ളതല്ല. കാര്യം ഏതെങ്കിലും ഒരു തീവ്രവാദി വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്രമണം അഴിച്ചു വിട്ടിട്ട് ഇതേപോലെ ഒരു യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പുള്ള ഒരു സംഗതിയിലാണ് ഇപ്പം, ആ ഒരു കയ്യാലപ്പുറത്താണ് ഇപ്പോൾ ഉള്ള ഒരു സീസ് ഫയർ നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ വളർത്തിവിട്ട പ്രോക്സികളെ കൊണ്ട് തന്നെ അവർക്ക് ഉപദ്രവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലഷ്കറോ ജയ്ഷോ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു സംഘടന ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാന് പണി കിട്ടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ അസീം മുനീർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എവിടെയാണ് എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല എന്നുള്ളതാണ്. അസീം മുനീറിൻ്റെ ഈ ഒരു തിരോധാനം ശരിക്കും ഗ്ലോബൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ്? കാരണം അന്നൊരു സ്പീച്ചിന് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു വിരോധം ഉണ്ടാക്കുന്ന, ഒരു ശത്രുത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്പീച്ച് കൊടുത്തതിന് ശേഷം അസീം മുനീറിനെ കാണാനില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നടക്കുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.